തെരഞ്ഞെടുപ്പിന്റെ കൗതുക പ്രത്യേകതയുള്ള കാഴ്ചകളുമൊക്കെയായി നാട്ടിലോട്ട് തുടങ്ങുകയാണ്. ഏവരും ഉറ്റുനോക്കിയത് ഇന്ന് കോഴിക്കോട്ടേക്കും ഒപ്പം തിരുവനന്തപുരത്തേക്കുമായിരുന്നു. കോഴിക്കോട്ട് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച VM വിനുവിന് സ്ഥാനാർത്ഥിത്വം പോയിട്ട് വോട്ട് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നതായിരുന്നു ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത്. പക്ഷേ കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടുകയാണ് ചെയ്തത്. താനൊരു സെലിബ്രിറ്റി അല്ലേ, തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണ്ടേ എന്ന VM വിനുവിൻ്റെ ചോദ്യത്തോട് സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്നടക്കം കോടതി ചോദിച്ചു. എന്തായാലും അവിടെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തൽക്കാലത്തേക്ക് തടിയൂരുകയാണ്. അപ്പോഴും CPMൻ്റെ ചോദ്യം ബാക്കിയുണ്ട്. പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നെങ്കിലും ഉറപ്പുവരുത്തിയിട്ട് വേണ്ടേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനെന്ന്. നമുക്ക് നാട്ടിലോട്ട് തുടങ്ങാം. ഇന്നത്തെ കൗതുക കാഴ്ചകളും പ്രത്യേകതയുള്ള വാർത്തകളും ഒക്കെ കാണാം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന നിലയിലേക്ക് വരെ തർക്കം എത്തിയിരിക്കുന്നു. MJ ആനന്ദാണ് സ്ഥാനം രാജിവെച്ചത്. M വിൻസെന്റ് MLAക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച ഒരു FB പോസ്റ്റ് ഇട്ട ശേഷമായിരുന്നു രാജി. ചിറയൻകീഴിന്റെ ചുമതല ഉണ്ടായിരുന്ന KPCC ജനറൽ സെക്രട്ടറി രമണി P നായർ കോർ കമ്മിറ്റിയിലെ തങ്ങളുടെ ചുമതലയും രാജിവെച്ചു. ജില്ലയിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനായതിൻ്റെ ഖ്യാതിയിലായിരുന്നു തിരുവനന്തപുരം DCC. അതിനിടയിലാണ് ചിറയൻകീഴിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ പേരിൽ തിരുവനന്തപുരം DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ MJ ആനന്ദ് തൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും DCC ജനറൽ സെക്രട്ടറി പദവി ഉൾപ്പെടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും രാജിവെക്കുന്നതായി DCC അധ്യക്ഷൻ N ശക്തനെ അറിയിച്ചിരിക്കുന്നത്. ചിറയൻകീഴിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ M വിൻസെന്റ് MLA അധികമായി ഇടപെടുന്നു അല്ലെങ്കിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അത് പരോക്ഷമായി സൂചിപ്പിക്കുന്ന എല്ലാം MLA തീരുമാനിക്കും എന്ന തരത്തിലുള്ള ഒരു FB പോസ്റ്റ് കൂടി MJ ആനന്ദ് പ്രതിഷേധ സൂചകമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അനുനയ നീക്കങ്ങളുടെ ഭാഗമായി മുതിർന്ന നേതാക്കളടക്കം ആനന്ദ് ഉൾപ്പെടെയുള്ളവരുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകാനുള്ള സാധ്യത ഇനി നന്നേ കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ചിറയൻകീഴ് മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കോർ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന അധ്യക്ഷ രമണി P നായരും അധ്യക്ഷ പദവി ഒഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ പ്രതിഷേധ സൂചകമായി രമണി P നായരും ഈ കോർ കമ്മിറ്റി അധ്യക്ഷ പദവി രാജിവെക്കാൻ കാരണമായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രശ്നപരിഹാരത്തിനായി KPCC നേതൃത്വവും മുതിർന്ന നേതാക്കളും ഈ രമണി P നായരുമായും MJ ആനന്ദുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്ക് ഇനി സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരിക. തിരുവനന്തപുരത്ത് CPMന് വെല്ലുവിളി തീർത്തത് അല്ലെങ്കിൽ CPMന് ഒരു ചീത്തപ്പേരുണ്ടാക്കിയത് ഉള്ളൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉള്ളൂരിൽ വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച K ശ്രീകണ്ഠനായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനാർത്ഥി വിമത സ്ഥാനാർത്ഥിയായ K ശ്രീകണ്ഠനെതിരെ പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്. ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന K ശ്രീകണ്ഠനെ പാർട്ടി പുറത്താക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. ഇതിനുശേഷമാണ് പാർട്ടിയുടെ നടപടി. ഇദ്ദേഹം ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് K ശ്രീകണ്ഠൻ. ഇനി പാലക്കാട്ടേക്ക്. പാലക്കാട് BJPയിൽ പതിവ് പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ബഹളവും എല്ലാം നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് പാലക്കാട്ടെ BJPയിൽ. സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ C കൃഷ്ണകുമാർ പക്ഷം പരസ്യമായി തന്നെ രംഗത്ത് വന്നു. പട്ടിക്കര വാർഡിലെ സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് 17 പേർ ഒപ്പിട്ട പരാതി കൃഷ്ണകുമാർ പക്ഷം RSS നേതൃത്വത്തിന് നൽകി. പരാതി ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരാണ് മറുപടി പറയേണ്ടതെന്നുമായിരുന്നു കൃഷ്ണദാസിന്റെ പ്രതികരണം. പാലക്കാട് നഗരസഭയിലെ BJPയിലെ ആഭ്യന്തര തർക്കങ്ങൾ നേരത്തെയും വാർത്തയായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്നത് E കൃഷ്ണദാസിനെ, അതായത് C കൃഷ്ണകുമാർ വിഭാഗത്തിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്ന E കൃഷ്ണദാസിനെ തോൽപ്പിക്കുവാനുള്ള നീക്കം കൃഷ്ണകുമാർ വിഭാഗം തുടങ്ങി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ്. E കൃഷ്ണദാസിന് മത്സരിക്കാൻ പാർട്ടി അനുവദിച്ചത് പട്ടിക്കര വാർഡാണ്. അത് BJPയുടെ വാർഡാണ്. BJPക്ക് കൃത്യമായ മേധാവിത്വമുള്ള ഇടമാണ്. അവിടെ അദ്ദേഹത്തെ മത്സരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് 117 പ്രദേശവാസികൾ RSS നേതൃത്വത്തിന് കത്ത് നൽകിയതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹത്തെ മത്സരിപ്പിക്കരുത്, അദ്ദേഹം മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന
കാര്യമാണ് ആ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നും പറയുന്നു. അതായത് ഈ കൃഷ്ണദാസ് മത്സരിച്ച് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നഗരസഭ ചെയർമാൻ സ്ഥാനം ജനറൽ കാറ്റഗറിയിലുള്ളവർക്കായതുകൊണ്ട് കൃഷ്ണദാസ് അവിടെ ചെയർമാനാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൃഷ്ണകുമാർ വിഭാഗം നീക്കം നടത്തുന്നതെന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. എനിക്ക് ഒരു പരാതിയുമില്ല. ആ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടുത്തെ എനിക്ക് ചിഹ്നം അനുവദിച്ചു തരാൻ പോകുന്ന ബഹുമാന്യനായിട്ടുള്ള പാലക്കാട് ജില്ലാ അധ്യക്ഷനോടാണ്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ അവറുകളോടാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മത്സരിക്കുക എന്നതല്ലാതെ എനിക്ക് മറ്റു പോംവഴികളൊന്നും എൻ്റെ മുമ്പിൽ. ഈ കൃഷ്ണദാസ്, പി സ്മിതേഷ് എന്നീ 2 പേർക്ക് മാത്രമാണ് കൃഷ്ണകുമാർ വിഭാഗത്തിനും മറുഭാഗത്തുള്ളവർക്കും സീറ്റ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണകുമാർ വിഭാഗത്തിന് കൃഷ്ണദാസ് വിഭാഗം ഒരു തലവേദനയാകുമെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കൃഷ്ണദാസിൻ്റെയും ശിവരാജിൻ്റെയും ഇപ്രകാരമാണ്. ഇത് പരാതികൾ കണക്കിലെടുക്കുന്നില്ല. സംസ്ഥാന അധ്യക്ഷനാണ് ചിഹ്നം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇവിടെ പരാജയഭീതി ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് കൃഷ്ണദാസ് പ്രചരണത്തിൽ സജീവമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ തന്നെ കൃഷ്ണകുമാർ വിഭാഗം പ്രമീള ശശിധരൻ അടക്കമുള്ളവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ എന്നുള്ളതാണ്. BJP 2 തവണ തുടർച്ചയായി ജയിച്ച നഗരസഭയാണ് പാലക്കാട്ടേത്. ഇപ്പോഴത്തെ ആഭ്യന്തര കലാപം അത് 3ാം തവണയും അധികാരത്തിലേറാനുള്ള നീക്കങ്ങൾക്ക്, BJPയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇത് മുതലെടുത്ത് മുന്നേറാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ആലപ്പുഴയിൽ BJPയും BDJസും തമ്മിലാണ് തർക്കം. ഈ തർക്കം പരിഹരിക്കാൻ നാളെ ഒരു നിർണായകമായ ചർച്ച നടക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും കൂടിക്കാഴ്ച നടത്തി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം. സീറ്റ് ചർച്ചയിലെ പോരായ്മകൾ പഠിക്കാൻ ഇരു പാർട്ടികളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയ ഒരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴും ഇത്തരത്തിൽ വിവിധ മുന്നണികൾക്കുള്ളിൽ തർക്കങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ BDJസും NDA മുന്നണിക്കകത്ത് വന്നിട്ടുള്ള BDJസും BJPയുമായുള്ള തർക്കമാണ് എന്നുള്ളതാണ്. കാരണം പലയിടങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പോസ്റ്റർ പതിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഇപ്പോൾ ചേർത്തലയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാളെയാണ് ചേർത്തലയിൽ ട്രാവൻകൂർ പാലസിൽ വെച്ചിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഒപ്പം BDJs അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. BDJസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ വരെയുള്ളവർ വീതം ക്ഷണിക്കപ്പെട്ട ആളുകളാണ് നാളത്തെ യോഗത്തിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ BJP പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായി തർക്കം നിലനിൽക്കുന്നത് കായംകുളം ഡിവിഷനിലാണ്. കായംകുളത്തെ തന്നെ കായംകുളം നിയോജക മണ്ഡലത്തിലെ കൃഷ്ണപുരം ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കൃഷ്ണപുരം ഡിവിഷനിലാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. ആ സീറ്റ് BDJs ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് നല്ല സ്വാധീനമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടു. മാത്രമല്ല നേരത്തെയുള്ള മേൽ കമ്മിറ്റികൾ തീരുമാനമാക്കിയതിനു ശേഷം, അതായത് NDAയുടെ യോഗങ്ങൾ തീരുമാനമാക്കിയതിനു ശേഷമായിരുന്നു ഇത്തരം BDJസിന് കായംകുളത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, കൃഷ്ണപുരം ഡിവിഷൻ നൽകാമെന്നുള്ളതിന്റെ തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ അത് ആ മേൽഘടകങ്ങൾ, NDAയുടെ മേൽഘടകങ്ങൾ എടുത്ത തീരുമാനം താഴത്തേക്ക് വന്നപ്പോൾ BJP താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ജില്ലയിലെ BJP പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഈ കൃഷ്ണപുരം ഡിവിഷനിലേക്ക് BJPയും സ്ഥാനാർത്ഥി നിർത്തി. അതോടൊപ്പം തന്നെ അവിടെ BDJസും പോസ്റ്റർ അടക്കമടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹരിപ്പാട് പള്ളിപ്പാട് പഞ്ചായത്തിൽ 14ാം വാർഡിലും മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ 18ാം വാർഡിലും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ സീറ്റുകളെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ BDJs നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ എല്ലാം തന്നെ BDJs അവരുടേതായ സ്ഥാനാർത്ഥികളെ പോസ്റ്ററുകളടക്കം പതിപ്പിച്ചുകൊണ്ട് പ്രചാരണവുമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.
യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. പല ഘട്ടത്തിലും BJPയുടെ അമിതമായ ഇടപെടൽ അതൃപ്തി BDJS പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ സ്ഥാനങ്ങളിലടക്കം നൽകുന്നതിൽ തർക്കം നിലനിന്നിരുന്നു. ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് വന്ന ഒരു ഘട്ടത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുന്നത്. പക്ഷേ അവിടെ അതിരൂക്ഷമായ തർക്കത്തിലേക്ക് സ്ഥാനാർത്ഥി സീറ്റുകളെ സംബന്ധിച്ച സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച തർക്കത്തിൽ അതിരൂക്ഷമായ തർക്കത്തിലേക്ക് BJP നേതൃത്വങ്ങൾ തമ്മിൽ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നാളെ ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ ചേർത്തലയിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒപ്പം തന്നെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള യോഗം, പ്രശ്നപരിഹാരത്തിനുള്ള യോഗം ചേരുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥി. കൊടുവള്ളിയിൽ നടന്ന LDF പൊതുയോഗത്തിലായിരുന്നു പ്രഖ്യാപനം. കൊടുവള്ളി നഗരസഭയിലെ 24-ാം വാർഡിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കൊടുവള്ളിയിലെ ചുണ്ടപ്പുറം വാർഡിൽ നിന്നാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. അന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഫൈസലിന്റെ വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരൊറ്റ വോട്ട് പോലും കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് കേവലം 0 വോട്ട് മാത്രം കിട്ടിയ കൊടുവള്ളി നഗരസഭയിലെ വാർഡിൽ നിന്നും വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ കാരാട്ട് ഫൈസൽ ഇത്തവണ LDF പാനലിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് കഴിഞ്ഞ തവണത്തിൽ നിന്നും മാറുമ്പോൾ ഇത്തവണയുള്ള ഒരു സാഹചര്യം? മാറുന്നൊരു സാഹചര്യം ഇല്ല. പൊതുവിൽ ഞാൻ ഈ തവണ മത്സരിക്കുന്നത് 6ാമത്തെ പ്രാവശ്യമാണ്. 6 തവണ അതിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. 5 തവണ മത്സരിച്ചിട്ടുണ്ട്. 6ാമത്തെ തവണയാണ്. ആ മത്സരങ്ങളൊക്കെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മതനിരപേക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് കൊടുവള്ളിയിൽ മത്സരിച്ചിട്ടുള്ളത്. അല്ല, കഴിഞ്ഞ തവണ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ LDFന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അത്തരം ഒരു LDFന്റെ പാനലിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ല, അന്ന് 0 വോട്ടുകളാണ് സ്ഥാനാർത്ഥി കിട്ടിയത്. ഒരു ധാരണ ഉണ്ടായിരുന്നോ ഈ LDF പ്രവർത്തകരുമായി? അങ്ങനെ ഒരു ധാരണയില്ല. അതൊരു ആക്സിഡന്റലി സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ പ്രവർത്തകരുടെ പിന്തുണ താങ്കൾക്കായിരുന്നു. ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ജയിച്ചിട്ടുണ്ടാകുക. 40 വർഷക്കാലം മുസ്ലിം ലീഗിന്റെ കുത്തകയായി നിന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് വരെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളല്ലാതെ ജയിച്ചിട്ടില്ലാത്ത ഒരു ഡിവിഷനിലാണ് ചുണ്ടപ്പുറം. അവിടെയാണ് ആദ്യമായിട്ടാണ് ഒരു LDFന്റെ അല്ലെങ്കിൽ LDFന്റെ പ്രവർത്തകന്മാരുടെ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു വന്നിട്ടുള്ളത്. ഈ 0 വോട്ടെന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചായിരിക്കും? അത് ആക്സിഡന്റലി സംഭവിച്ചതാണ്. എന്താണെന്നറിയില്ല. അതിനെ നിർവചിക്കാൻ എനിക്ക് കഴിയില്ല. ജനങ്ങൾ ഒന്നിച്ചു നിന്ന് അവിടെ എല്ലാ പാർട്ടികൾക്കും വോട്ട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു 200-300 വോട്ട് മറിയാതെ ഒരു കാരണവശാലും ഞാൻ ജയിക്കൂല വാർഡിലെ. അപ്പം മുസ്ലിം ലീഗിന്റെയും BJPയുടെയും ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി എല്ലാ പാർട്ടികൾക്കും അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കില്ല. ഈ കഴിഞ്ഞ തവണ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതല്ലേ പാർട്ടിക്കും? അതോ ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന ആരോപണം? മാധ്യമങ്ങളിൽ വന്ന വിവാദങ്ങൾ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ആരായാലും പരിഗണിക്കപ്പെടുമല്ലോ. അത് കഴമ്പില്ല എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ട അത് പിന്നീട് അത് ന്യൂസായി വന്നിട്ടില്ലെങ്കിൽ പോലും ആ വാർത്ത അന്നുണ്ടായിരുന്ന ദൗർഭാഗ്യകരമായ ഒരുപാട് വാർത്തകൾ ആയിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അന്നത്തെ വാർത്തകളിൽ കഴമ്പില്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. ഈ പുറത്ത് വന്നില്ലെന്ന് താങ്കൾ പറയുന്നവരും ആ കേസുകളൊക്കെ ഒഴിവാക്കപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ വിവാദമാക്കാനില്ല. ഓക്കെ. അപ്പം ഇത്തവണ വരുമ്പോൾ എന്താണ് ഈ കൊടുവള്ളിയിലെ ഒരുപാട് വികസന പ്രദർശനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ 5 വർഷമല്ല 15 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കൊടുവള്ളിയിലെ ഒരു അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഒന്നിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പദ്ധതികൾക്കാണ് എല്ലാ കാര്യങ്ങളും അവർ ചെലവഴിച്ചിട്ടുള്ളത്. ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും കൊടുവള്ളിയിൽ ഇല്ല എന്ന് പറയുന്നത് പൊതുജനങ്ങളോട് പറയേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു കംഫർട്ട് സ്റ്റേഷനോ സ്ത്രീകൾ ഒരു യാത്രക്കാരോ വന്നാൽ ഒരു കംഫർട്ട് സ്റ്റേഷന്റെ സൗകര്യം പോലും കൊടുവള്ളിയിൽ ഇന്ന് നിലവിലില്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും കൊടുവള്ളിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന്. കൊടുവള്ളി പോലുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറിയ കൊയപ്പ ഫുട്ബോൾ നടക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു സ്റ്റേഡിയം. അതുപോലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടത്താൻ ഈ മുനിസിപ്പാലിറ്റിക്ക് തയ്യാറല്ല. യുവജനങ്ങൾക്കോ വിദ്യാർത്ഥി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. UDFന് വിജയം, വൈഷ്ണയ്ക്ക് വിജയം, സ്ഥാനാർത്ഥിയാകുക തന്നെ ഒരു വിജയമാവുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിലുള്ള വിശദാംശങ്ങൾ? വൈഷ്ണയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനുകൂലമായി മാറിയത് ഈ നഗരസഭയിലെ നഗരസഭാ പരിധിയിലെ മറ്റൊരു വാർഡുകളിലും ഈ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല
2020 ഇതേ വിലാസത്തിൽ നിന്ന് തന്നെയാണ് വൈഷ്ണ വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രവുമല്ല തന്റെ കൈവശമുള്ള തിരിച്ചറിയൽ രേഖകളിലെല്ലാം കൃത്യമായി ഇതേ വിലാസത്തിൽ ഇപ്പോൾ വ്യാജമെന്ന് ഈ സുധീഷ് കുമാർ ആരോപിച്ച ഇതേ വിലാസത്തിൽ നിന്ന് തന്നെയാണ് തിരിച്ചറിയൽ രേഖകളുടെ എല്ലാം വിലാസം നൽകിയിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് തന്റെ ഭാഗത്തെ പോസിറ്റീവ് ഘടകങ്ങളായി കഴിഞ്ഞ ദിവസം അടക്കം വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. കോൺഗ്രസിന്റെ അഭിഭാഷകരും ഇക്കാര്യങ്ങൾ തന്നെയാണ് കമ്മീഷന് മുമ്പിൽ വ്യക്തമാക്കിയത്. അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് 24 ഒരു യുവതിക്ക് ഇങ്ങനെയൊരു സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുന്നത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം. അത് തിരുവനന്തപുരത്ത് കവടിയാറിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥന്റേതാണ്. ശബരി, ഇത് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കോടതി ഇടപെടലിലൂടെയാണ് ഇത് നടക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ശ്രീ ശബരിനാഥൻ, കേൾക്കാമോ? തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയാണ് 24-കാരിയായ വൈഷ്ണ സുരേഷ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാൾ. അങ്ങനെ സജീവമായി പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെയൊരു ആരോപണം വരുന്നതും ആ നിലയ്ക്ക് വൈഷ്ണയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്നു. പക്ഷെ അവർ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഓരോ ഘട്ടത്തിലും പറഞ്ഞിരുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്നായിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് വൈഷ്ണ ആദ്യ ദിവസങ്ങളിൽ ഇറങ്ങിയതും. അപ്പോഴാണ് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായിരുന്നത്. UDF ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങനൊരു പരാതി വരുന്നു, ഇതൊരു പ്രശ്നത്തിലാവുന്നു. അപ്പോഴും ആത്മവിശ്വാസത്തിലായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസ് ക്യാമ്പിന്, പ്രത്യേകിച്ച് UDFന് ഇത് നൽകുന്ന ആത്മവിശ്വാസവും ആവേശവും ചെറുതാകില്ല. കാരണം വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിനും നിരാശയ്ക്കുമൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ വഴിവെക്കുമായിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതിൽ ആശ്വസിക്കാമെന്നതാണ് ഒരു കാര്യം. രണ്ടാമതൊന്ന്, ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്കെന്ന വലിയൊരു പ്രതീക്ഷയിലായിരുന്നു, അങ്ങനെ ഒരു വിലയിരുത്തലായിരുന്നു കോൺഗ്രസ്. മുതിർന്ന നേതാവ് കെ മുരളീധരൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്തുകൊണ്ട് വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് തിരികെ കയറ്റുകയായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുധീർ കുമാർ എന്നയാൾ പരാതിയുമായി രംഗത്തെത്തിയത്. അത് അപ്രതീക്ഷിതമായി വലിയൊരു നിരാശയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ പകരക്കാരനായി ആരെ വെക്കും, ആ വാർഡിൽ പകരക്കാരനായി ഏത് യുവമുഖമുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് ക്യാമ്പിൽ വലിയ തരത്തിൽ ആശങ്കയ്ക്ക് വഴിവെച്ചത്. എന്നാൽ അതിലൊക്കെ ആ ആശങ്ക ഇപ്പോൾ ആശ്വാസത്തിന് വഴിമാറിയിരിക്കുന്നു. ഇനി തീപാറുന്ന ഒരു പ്രചാരണത്തിന് മുട്ടട വാർഡ് സാക്ഷ്യം വഹിക്കും. മുതിർന്ന ഇത്രയധികം വാർത്താ പ്രാധാന്യം മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു പ്രശ്നമാണിത്. അവിടെ കോഴിക്കോട് നിന്ന് ഒരു വശത്ത് തിരിച്ചടി നേരിട്ടപ്പോൾ മറുവശത്ത് മുട്ടടയിലെ ഈ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിലൂടെ ആ ക്ഷീണം മറികടക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വൈഷ്ണയ്ക്ക് വോട്ട് തേടി, പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ വൈഷ്ണയ്ക്ക് വോട്ട് തേടി പ്രായമേറിയ മുതിർന്ന നേതാക്കൾ അടക്കം അവിടെ പ്രചാരണത്തിന് വരും ദിവസങ്ങളിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വൈഷ്ണ സുരേഷ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഹിയറിംഗിന് പോയതിനു ശേഷം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ആ സജീവത വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമായി തന്നെ വോട്ടർമാരിലേക്ക് എത്താൻ, പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കം വൈഷ്ണയുടെയും കോൺഗ്രസ് ക്യാമ്പിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകും. അല്പസമയത്തിനകം വൈഷ്ണ സുരേഷിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷ വൈഷ്ണയും പങ്കുവച്ചിരുന്നു. അതിന് പ്രധാന കാരണമായി എടുത്തു പറഞ്ഞത് ഇതാദ്യമായാണ് കോടതിയുടെ പരാമർശം വന്നതുകൊണ്ടാണ് തങ്ങളുടെ ഭാഗം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായി
ഏതാണ്ട് രണ്ടായ മുക്കാൽ മണിക്കൂറോളം നീണ്ട ഹിയറിംഗിനിടയിൽ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് തോന്നുന്നു. കോടതിയുടെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വൈഷ്ണ പോകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതൊരു സ്ഥാനാർത്ഥിയാകട്ടെ ഒരു വോട്ടറാകട്ടെ, ഇങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരിയായ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവാതെ പോവുകയോ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോവുകയോ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇക്കാര്യം വിശദമായി കേൾക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിരിച്ച് കോടതിക്ക് പറയേണ്ടി വന്നു. അതൊരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഒരു പ്രചോദനമാവുകയും തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ളൊരു പ്രചോദനം, കോടതിയുടെ ഭാഗത്തുനിന്ന് ന്യായമുണ്ടാകും എന്നൊരു പ്രചോദനം കൂടി ആവുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്നാണ് തുടക്കം മുതൽ വൈഷ്ണ സുരേഷും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ബാധിച്ചുകൊണ്ടിരുന്നത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി എന്ന സ്വാഭാവികമായ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെല്ലുവിളി ഇതല്ല. ഏതെങ്കിലും തരത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണയ്ക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഈ പരാതിക്കാരൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത്തരത്തിലൊരു നീക്കം CPM-ന്റെ പിന്തുണയോടെ ഈ സുധീഷ് കുമാർ നടത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാകും ഈ വിഷയത്തിൽ അന്തിമം എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ പരാതിക്കാരന് ഇനി അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ഹിയറിംഗിന് ശേഷവും താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വീഴ്ച സംഭവിച്ചത് ഉദ്യോഗസ്ഥർക്കാണ്, അത് ആരാണ് എന്നതിന് താൻ ഉത്തരവാദിയല്ല. പക്ഷേ പരാതിയിൽ താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ഈ പരാതിക്കാരനായ സുധീഷ് കുമാർ വ്യക്തമാക്കി. അതിനപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് അദ്ദേഹം ഈ പോരാട്ടം അവസാനിപ്പിക്കുമോ അത് നടപടികളിലേക്ക് പോകുമോ എന്നതും ഒരു കാര്യമായി തന്നെ അവിടെ അവശേഷിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശവുമായി ഇതേ ദിവസം തന്നെയാണ് കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം UDF മേയർ സ്ഥാനാർത്ഥിയായി കോഴിക്കോട്ട് നിശ്ചയിച്ച VM വിനുവിനെതിരെ കോടതിയിൽ നിന്നുണ്ടായത്. അത് ഒരുപക്ഷെ വൈഷ്ണ കോടതിയിൽ പോയതും അവിടെ നിന്ന് അനുകൂലമായൊരു വിധി അല്ലെങ്കിൽ അനുകൂലമായൊരു പരാമർശം കിട്ടിയതുമൊക്കെയാണ് VM വിനുവിനെയും കോടതിയിലേക്ക് എത്തിച്ചതെങ്കിൽ അവിടെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഡാൻ, അതും ഒരു വിരോധാഭാസമാണ്. വൈഷ്ണയ്ക്ക് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ, അതിനു പകരം VM വിനുവിന്റെ കാര്യത്തിൽ ഒരു പൗരന്റെ ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നൊരു രൂക്ഷമായ വിമർശനം കൂടി നേരിടേണ്ടി വന്ന ദിവസമല്ലേ ഇത്? ഞാൻ അത് തന്നെയാണ് ആദ്യം എടുത്ത് സൂചിപ്പിച്ചത്. അതായത് ഈ വൈഷ്ണ സുരേഷിന് അനുകൂലമായി മാറിയത് 2020 ഇതേ വിലാസത്തിൽ നിന്നുകൊണ്ടാണ് വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതും അതോടൊപ്പം വോട്ട് ചെയ്തതുമെല്ലാം. അതോടൊപ്പം കൈവശമുള്ള ആധാർ ഉൾപ്പെടെയുള്ള എല്ലാ തിരിച്ചറിയൽ രേഖകളിലും വിലാസമായി നൽകിയിരിക്കുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന അതേ അഡ്രസ് തന്നെയാണ്. അതാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായി മാറിയത് എന്ന് വേണം പറയാൻ. അതേസമയം ബിനുവിന് അവിടെ തിരിച്ചറിയായി മാറിയത് വോട്ടർ പട്ടികയിൽ പേരേ ഉണ്ടായിരുന്നില്ല എങ്ങും എന്നതാണ്. എന്തായാലും ഒരു വിരോധാഭാസം എന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാമെങ്കിലും ഒരു ഭാഗത്ത് വലിയ തരത്തിൽ പ്രചാരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ UDF-നെതിരെ ഒരു ക്യാമ്പയിനാക്കി വിനുവിന്റെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നിഷേധിക്കപ്പെട്ട സാഹചര്യം അല്ലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങളൊക്കെ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ ഭാഗത്ത് തന്നെയാണ് മുട്ടടയിൽ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിന് അനുകൂലമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. UDF-ഉം വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ തീപാർന്ന പ്രചാരണത്തിനായിരിക്കും മുട്ടടയടക്കം അടുത്ത ദിവസം. നിലവിൽ LDF-ന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെ അടക്കം തീപാർന്ന പ്രചാരണത്തിന് വരും ദിവസങ്ങൾ വേദിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ UDF-ന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വൈഷ്ണ. KSU നേതാവാണ്. വൈഷ്ണ വളരെ സജീവമായി ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയ ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം. അവിടെ അനധികൃതമായാണ് അവിടെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുള്ളത്, അവിടെ താമസമില്ല, ആ രീതിയിലൊക്കെയായിരുന്നു ആരോപണങ്ങൾ. അതിനെതിരെയാണ് വൈഷ്ണ കോടതിയെ സമീപിച്ചത്. പാർട്ടിയും വൈഷ്ണയും കോടതിയിൽ പോയപ്പോൾ അനുകൂലമായൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വൈഷ്ണയെ പോലൊരു യുവ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കണം. വൈഷ്ണയുടെ
ഭാഗം കേൾക്കണം എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പ്രകാരം വളരെ വിശദമായ ഒരു ഹിയറിംഗ് തന്നെ നടത്തുകയും വൈഷ്ണയ്ക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. മുട്ടടയിൽ UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷ് എന്ന 24-കാരി തന്നെ മത്സരിക്കും. ഈ പരാതി ഉയർന്നതിന് ശേഷവും വൈഷ്ണ വളരെ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പാർട്ടി തന്നോട് മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പ്രചാരണം തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ അതുമായി മുന്നോട്ട് പോവുകയാണ്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അപ്പോൾ നോക്കാമെന്നായിരുന്നു വൈഷ്ണ ഇന്നലെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും വളരെ ആശ്വാസകരമായി തിരുവനന്തപുരത്ത് UDFന് ഒരുപക്ഷെ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മുട്ടടയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വൈഷ്ണ ഈ ഒരു വിവാദത്തിലൂടെ വൈഷ്ണ മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി വൈഷ്ണ സുരേഷ് എന്ന സ്ഥാനാർത്ഥിയെ UDFന് മുട്ടട വാർഡിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. അത് അവർക്കൊരു ആനുകൂല്യമായി മാറുകയാണ്. അതേസമയം VM വിനുവിനെതിരെ കർശനമായ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരുന്നത്. അത് 2020 പട്ടികയിൽ പോലും വിനുവിൻ്റെ പേരില്ല, വോട്ടർ പട്ടിക പരിശോധിച്ചതേ ഇല്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് പത്രം വായിക്കാറില്ലേ എന്ന് വരെ കോടതി ചോദിച്ചു. അതായത് തൻ്റെ പേരുണ്ടോ എന്ന് നോക്കേണ്ടത്, 2020 പട്ടികയിലെങ്കിലും തൻ്റെ പേരുണ്ടോ എന്ന് നോക്കേണ്ടത് ഒരു പൗരൻ്റെ വോട്ടറുടെ ഉത്തരവാദിത്വമാണെന്നാണ് കോടതി പറഞ്ഞത്. ഒരേ ദിവസം തന്നെയാണ് ഇങ്ങനെ അനുകൂലവും പ്രതികൂലവുമായ 2 തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. നാട്ടിലോട്ട് പൂർണ്ണമാവുകയാണ്. ഇനി വിശദമായ ചർച്ചകളുമായി പ്രൈം ഡിബേറ്റ് കാണാം. രഞ്ജിത്ത് രാംചന്ദ്രൻ.